അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു വീഡിയോയിൽ വന്നിരിക്കുന്നത്, നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കും, ആർക്കും ഉപകാരം ചെയ്തിട്ടൊന്നും കാര്യമില്ല, എല്ലാവരും ആ ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മറക്കും, പിന്നെ അവര് തന്നെ നമുക്കൊരു പാരയായി മാറും. ഇതൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ഉപകാരം ചെയ്ത ആളുകൾ പിന്നെ ചിലപ്പോൾ നമുക്ക് തിരിച്ച് ഒരു പാരയായി മാറിയേക്കാം. ചിലപ്പോൾ അവർ നമ്മൾ മറന്നേക്കാം, അവർ നമ്മൾ ഒട്ടും ഓർത്തില്ല എന്ന് വിചാരിക്കാം. നമ്മൾക്കൊരു പ്രയാസം വരുമ്പോൾ അവരൊന്നും കൂടെ ഇല്ലാതിരിക്കാം, അവർ നമ്മളെ മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല എന്നിരിക്കാം. അതുകൊണ്ട് ചില ആൾക്കാർ പറയും, അതുകൊണ്ടൊന്നും ആർക്കും ഉപകാരം ചെയ്തിട്ട് കാര്യമില്ല, നമ്മളെ കാര്യം നോക്കി പോവാം. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ നമ്മളെ അവർ തിരിച്ച് സഹായിക്കണമെന്ന് കരുതിയിട്ടും നമ്മൾ എന്താക്കരുത്, ഉപകാരം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി മറ്റുള്ളവരെ സഹായിക്കുക. തീർച്ചയായും പരമകാരുണ്യകനായ റബ്ബിന്റെ സഹായം നമുക്കുണ്ടാവും. നമ്മൾ ആരുടെയും സഹായം തിരിച്ചു പ്രതീക്ഷിക്കേണ്ട ആവശ്യമല്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും ഉപകാരങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യാൻ. അവർ നമ്മൾ തിരിച്ച് സഹായിക്കട്ടെ സഹായിക്കാതിരിക്കട്ടെ, അതൊരു വിഷയമല്ല. പക്ഷെ റബ്ബിന്റെ സഹായം നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും. ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കുന്നവർക്ക് അർശിന്റെ തണലുണ്ടാകുമെന്നാണ്. അപ്പൊ അള്ളാഹിന്റെ സഹായം തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെ കുടുംബങ്ങളെ സഹായിക്കുക, അയൽവാസികളെ സഹായിക്കുക, കൂടപ്പിറപ്പുകളെ സഹായിക്കുക, നാട്ടിലും വീട്ടിലും കുടുംബത്തിലും നാട്ടുകാർക്കും എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം, രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക്, നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലുമുള്ള പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ നമ്മളാൽ കഴിയുന്ന എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൊടുത്ത് കൂടെ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മദീന പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം, കൂടുതൽ പ്രിയം മറ്റൊരാളുടെ പ്രയാസം നീക്കാൻ വേണ്ടി അവരുടെ കൂടെ നടക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കാലഘട്ടം ഇങ്ങനെയൊക്കെയാണ്. ആർക്കും ഉപകാരം ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. നമ്മളെല്ലാവരെയും സഹായിക്കുന്ന സ്വഭാവമുള്ളവരായി മാറണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.